ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ശിവാനി വ്ളോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു പിക്നിക് അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. എന്തായാലും വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ പറയാം. പിക്നിക് എന്ന് പറയാനുള്ളൊരു കാരണം അല്ലെങ്കിൽ വൺ ഡേ ട്രിപ്പ് എന്ന് പറയാനുള്ളൊരു കാരണം, ഞങ്ങൾ ഇന്ന് ഒരൊറ്റ ദിവസത്തേക്ക് കുറച്ച് സ്ഥലങ്ങൾ അടിച്ച് പൊളിക്കാനായി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ അറിയാവുന്നെങ്കിൽ ഈ സ്ഥലം, ഞങ്ങൾ പോകുന്ന സ്ഥലം അപ്പം കണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം അവിടെ എത്തിയിട്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിതേ മുകളിലേക്ക് കയറി പോവാണ്. ഞങ്ങളെല്ലാവരും കൂടെ കാറിനാണ് കേട്ടോ പോകുന്നത്. ഞാനും അമ്മയും ചേച്ചിയും പിന്നെ എൻ്റെ 2 കസിൻസും പിന്നെ മാമിയും മാമനും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാറിനാണ് പോകുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ അവരവിടെ എടുത്ത് വെക്കായിരുന്നു. ഫുഡൊക്കെ ആയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് ഇടിഞ്ഞു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് അതേ എപ്പോഴും അങ്ങനെ വേറൊരു ഇതിന് കിട്ടൂല കേട്ടോ. എല്ലാവരും കൂടി ഇടിച്ചു കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അവിടെ നിന്ന് ഇതിലോട്ട് പോകുന്നതാണ്. തമിഴ്നാട് ബോർഡറിലാണ്, തമിഴ്നാട് ബോർഡർ വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സേലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. അപ്പം ഇത് പച്ചക്കറിത്തോട്ടം, ഇപ്പുറത്തെ മുന്തിരിത്തോട്ടമാണ് കേട്ടോ. എന്ത് ഭംഗിയെന്നറിയുമോ. ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരു വീഡിയോയ്ക്ക് തമിഴ്ക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് വായിച്ച് നോക്കി, താങ്ക് യു എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, മുന്തിരി കൊലയായി കിടക്കുന്നതാണ് ഗൈസ് നിങ്ങളാ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മുന്തിരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇവിടെ മറ്റേ വഴുതനമൊക്കെ ഇതായിട്ട് കിടക്കണതാണ്. അപ്പം എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ നാട്ടിൽ എനിക്ക് വരാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്നെ പുള്ളിക്കാരി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനാണോ ഒരു ഡാൻസിന് 2K വ്യൂസ് ആയപ്പോൾ അങ്ങനെ കമൻറ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാപ്പ, നിങ്ങളൊരു വളരെ സുന്ദരിയായ ഒരു നർത്തകിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഗായ്സ്, എന്തോ പറയാനാ. അപ്പം ഇത് കണ്ടില്ലേ, മുന്തിരി കൊലയായിട്ട് കിടക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ ഇങ്ങനെ മുന്തിരി പിടിച്ച് ആരും അറിയാതെ ഞാനൊരെണ്ണം പൊട്ടിച്ച് തിന്നായിരുന്നു കേട്ടോ. നല്ല മധുരമാണ്. നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ തൊണ്ടയിൽ ഇങ്ങനെ ചുറിച്ചിലൊക്കെ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇത് കഴിക്കാറില്ല. പച്ചമുന്തിരിയാണ് തിന്നാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഇതിൻ്റെ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചതാണ് ഇതൊന്ന് മേടിക്കണം എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ മുന്തിരിപ്പാടത്തിൽ പോയിട്ട് വന്നു ഗൈസ്. മുന്തിരിപ്പാടത്തിൽ പോയിട്ട് വന്നു. ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ക്ഷീണിച്ച്, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, നല്ല വെയിലുണ്ട്. അങ്ങനെ വെയിലത്തൂടെ നടക്കുന്ന ഒരു യാത്രയായിരുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ അവിടെ നല്ല രീതിയിൽ ഇതുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. നല്ല രീതി ഇതാണ് എന്താണെന്ന് പറയുന്നില്ല ഗൈസ് ഞാൻ. അപ്പം ചൂട് കാറ്റാട്ടോ അടിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് വണ്ടിയിൽ കയറിപ്പോയി. ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. ഞങ്ങൾ ഓൾറെഡി വേറെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പച്ചയായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് അത് ഞങ്ങൾ എടുത്തിട്ടില്ല. ഇത് അപ്പോൾ ഇവിടുന്ന് പഴുത്ത മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉണ്ടയായിട്ടുള്ള വലിയ മാങ്ങയാട്ടോ അതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാത്തിനും 80 ഒക്കെ ആയിട്ടാണ് വില പറഞ്ഞിരുന്നത് അവർ. അപ്പം ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഞങ്ങളവിടെ തിരിഞ്ഞു പോന്നപ്പോഴാണ് ആ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. കണ്ടോളി. അത് നമ്മൾ ഇവിടെ വന്നപ്പോൾ അവൾ ഹായ് കാണിക്കുന്നുണ്ട് എന്നെ. അങ്ങനെ ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം ഭയങ്കര ആഗ്രഹം കേട്ടോ. അവളെന്നോട് പറയാറുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊക്കെ. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറിയപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് ഗൈസ്. കണ്ടില്ല, അത് കാളകളാണ്. അതെല്ലാം കൂടെ അവരാ കച്ചവടത്തിൻ്റെ അവിടെ നിന്ന് മാറി നിന്നിട്ട് കാളകൾ, അത് മുഴുവനും കാളകളാണ് അവരവിടെ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ആ ചെറുക്കൻ വന്നിട്ട് അവരുടെ മാങ്ങയുടെ ഇതൊക്കെ മാറ്റുന്നുണ്ട്.
അവരവിടെ എന്തൊക്കെയോ മാറ്റി ശരിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കാളകൾ അവർ വരുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ റോഡ് വഴി അവരുടെ മുതലാളികൾ കൊണ്ടുവരുന്നതാണ് ഇങ്ങനെ ഈ കാളകളെല്ലാത്തിനും കൂടെ ഇങ്ങനെ റോഡ് വഴി നിങ്ങളിങ്ങനെ റോഡ് പാസ് ചെയ്ത് പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അതെ അതുങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങൾ പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ. പിന്നെ കണ്ട കാഴ്ച ഇതാണ്. നമ്മുടെ ആടില്ലേ ഗൈസ്, ഞാൻ അവിടെ നിന്നൊരു കടയിൽ നിന്ന് കണ്ടതാണ്. ഈ ആടിൻ്റെ തല വെട്ടിയിട്ടിരിക്കുന്നു. ആടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആടിൻ്റെ തല വെട്ടിയിട്ടിരിക്കുന്നു കേട്ടോ ഒരു ചിക്കൻ കടയിൽ. ചിക്കൻ കടയല്ല, എനിക്കൊന്ന് ആടുകടയാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇവിടുത്തെ ഒക്കെ ഒരു രീതി വേറെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ബിസ്ക്കറ്റ് തിന്നു. ഇതാണ് എനിക്ക് ഇന്ന് പോയ കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. കാരണം ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ കുരങ്ങന്മാരെ കണ്ടിട്ടുള്ളത് അച്ഛൻ്റെ അടുത്ത് ഗുജറാത്തിൽ പോകുമ്പം അവിടെ എന്നും വൈകിട്ട് ഇങ്ങനെ വരും. ഇതേ കണ്ടില്ലേ, കയറി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആ കുരങ്ങന്മാരാട്ടാ. ഇത് കയറിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഇതാക്കണം കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാങ്ങ കണ്ടിട്ട് വന്നതാണ് ആ സാധനം. ദേ ഒരെണ്ണം അതിൽ ഊഞ്ഞാലാടുന്നത് പോലെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇതുങ്ങളൊക്കെ അതെ ഞങ്ങളൊരു ഒരെണ്ണം മരത്തിലിരിക്കുമായിരുന്നു കേട്ടോ. ഇതുങ്ങളെല്ലാം മരത്തിലാണ്. അപ്പം ഞങ്ങൾ ഒരു മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇച്ചിരി ഇതുമായിട്ട് ഒരു മാങ്ങാണ്ടി കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഒരാൾ ഇതേ വന്ന് ഇരുന്നിട്ടുണ്ട്. അവിടെ വന്ന് ഇരിപ്പുണ്ട് ആൾ. ഞങ്ങൾ പെട്ടെന്ന് ഓടി വന്നു കേട്ടോ. അത് നമ്മുടെ ദേഹത്ത് ചാടി കയറിയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്തേ ഞാനും എൻ്റെ ചെരുപ്പും എന്നും ഉള്ള രീതിയിൽ ഞങ്ങൾ നടക്കുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങളിപ്പോൾ എന്ത് കാണാൻ പോകുന്നതെന്നാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് കാണാനല്ല ഗൈസ് നമ്മൾ ശരിക്കും വന്നിട്ടുള്ളത്. നമ്മൾ വേറൊരു അടിപൊളി സംഭവം കാണാനാണ്. എനിക്ക് ഇങ്ങനത്തെ കുളങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ താഴത്തെ പറമ്പിലുണ്ട് ഈ സംഭവം ഇങ്ങനെ അതുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വട്ടം ചെല്ലുമ്പോഴും അതിലൊക്കെ ചാടി മുങ്ങി കുളിക്കും. അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോയെന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ വായിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ കമൻറ്റുകൾ ഇച്ചിരി കുറവാണ്. എന്നാലും ചില വീഡിയോസൊക്കെ വരാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ജില്ലയിൽ വന്നതിൻ്റെയാണ്. അങ്ങനെ ഒത്തിരി തിരക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒത്തിരി തിരക്കില്ല. പക്ഷെ ഞങ്ങൾ പോയ ഏറ്റവും മുകളിൽ ചെന്നപ്പോൾ എന്തൊരു തിരക്കാണെന്നറിയാമോ. അവിടെ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്നു ഗൈസ്. അങ്ങനെ എനിക്ക് കുറേ നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ നല്ല തണലാണ് കേട്ടോ. നല്ല തണലാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ വണ്ടിയാണിത്. അവരിതിൽ ട്രിപ്പ് അടിക്കണതാണ് കേട്ടോ. ട്രിപ്പ് ഇങ്ങനെ അങ്ങൂന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് കാല് വയ്യാത്തവർ എങ്ങനെയൊക്കെ ആൾക്കാരെ ഇങ്ങനെ ഇതിൽ നമ്മുടെ നാട്ടിൽ ബസ് കയറ്റി കൊണ്ടുവരണ പോലെ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഞാൻ വീഡിയോ എടുക്കാൻ എടുത്തപ്പം കുരങ്ങനെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഫോണും അടിച്ചുകൊണ്ട് പോയേനെ. അപ്പം ഇവിടുന്ന് ഇനി അങ്ങോട്ട് കയറുമ്പോഴാണ് നമ്മുടെ മെയിൻ സംഭവം വരാൻ പോകുന്നത്. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ കയറി അവിടുന്ന് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ട്. കുറേ നടക്കാനുണ്ട്. ഈ നടക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. പണ്ട് മുതൽ നടക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. ഇങ്ങനെ വെള്ളം ആ വഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നോക്കുമായിരുന്നു. അപ്പോഴാണ് അത് ഞാൻ കണ്ടത്. അവിടെ വെള്ളത്തിൻ്റെ ഓസ് പൊട്ടിക്കിടക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് എൻ്റെ കസിൻ പറഞ്ഞു, ഇങ്ങോട്ട് കാണിക്കും. ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് കാണിക്കടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവളെ കാണിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഗൈസ് ഇതാണ് ചുരുളിപ്പെട്ടിയിലെ ചെറിയ തോടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ വന്ന സ്ഥലത്തിൻ്റെ പേര് സുരുളിപ്പെട്ടി എന്നാണ്. അവിടുത്തെ ഇതിൽ ഇങ്ങനെ വന്നതാട്ടോ ഈ സുരുളിപ്പെട്ടി. അവിടെയാണ് ആ ബസ് കൊണ്ടുവന്ന് നിർത്തിയിടുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ളവരെ ഈ ബസ്സിൽ കൊണ്ടുപോകും. അങ്ങനെ കേട്ടോ ഇവിടുത്തെ. അങ്ങനെ എന്തൊക്കെയോ ഇതുണ്ട് ഇവിടെ. എന്നാലും എനിക്ക് പേരില്ല കേട്ടോ ഒരു ഇത് വന്നത്. സുരുളിപ്പെട്ടി എന്നാട്ടോ ഇവിടുത്തെ ആ സ്ഥലപ്പേര് വന്നിട്ട്. ഇനി സ്റ്റെപ്പ് കയറണം ഗായ്സ്. സ്റ്റെപ്പ് കയറി അങ്ങ് വരുമ്പോൾ ഇതെന്താന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ മൂട്ടിൽ നിന്ന് കുളിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അതൊരു വെള്ളച്ചാട്ടമാണ്. സുരുളിപ്പെട്ടി വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് എന്നാണ് പേര്. അപ്പം ചുരുളിപ്പെട്ടി വാട്ടർഫോൾസ് ഇതാണ് അവിടെ
അവിടുത്തെ അതിൻ്റെ ഇത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല അടിപൊളി തിരക്കായിരുന്നു. അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് അതിങ്ങനെ ശക്തിക്ക് വന്ന് വീഴും കേട്ടോ ആ വെള്ളം. ഇങ്ങനെ വന്ന് വീഴുമ്പോൾ പക്ഷേ മഴക്കാലത്ത് ഇതിനേക്കാളുണ്ട് നല്ല രീതിയിൽ അങ്ങ് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കേട്ടോ. ഇത് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഒരു മാങ്ങാപ്പഴം കൂടെ ചെത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ പോയി. ഇതാണ് ഇവിടുത്തെ ദേവി കേട്ടോ. 1000 ശിവലിംഗമുള്ള 1809 ശിവലിംഗം എങ്ങാണ്ട്, എനിക്കറിയാൻ പാടില്ല, എന്തോ 1000 എങ്ങാണ്ട് ശിവലിംഗമുള്ള ഒരു അമ്പലമാണത്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത് ദേ ഇവിടെ കേട്ടോ. ഇത് കണ്ടിട്ട് തെങ്ങും തോട്ടം, ഇനി തേങ്ങ പറിച്ച് കുടിക്കാനാണോ? അതിനൊന്നുമല്ല, നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ദേ അവിടെ കൈ കഴുകാൻ സ്ഥലമുണ്ടെന്ന് ഒരു അവിടെ നിന്ന് അപ്പോൾ ഒരു പാട്ടി പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു വല്ല പണിയും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണെന്ന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അടുത്ത് വന്നിട്ട് ഒരു 10 രൂപ ഇങ്ങ് താ, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ 10 രൂപ കൊടുത്തപ്പോൾ 100 രൂപ തരാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചൊരു 100 രൂപ കൊടുത്തു ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. പിന്നെ ഞാൻ കണ്ണ് തുറന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണിതേ. നമ്മൾ ഇടുക്കി ജില്ലക്കകത്തിൽ കയറി കഴിഞ്ഞു ഗൈസ് എന്ന് ഞാൻ പറയുന്നില്ല. കണ്ണടച്ച് തുറന്നു അപ്പോഴത്തേക്കും നമ്മളിനി കുറച്ചുകൂടെ പോയാലേ ഇടുക്കി ജില്ലയ്ക്കുള്ളിൽ കയറുള്ളൂ. ഇവിടെ ഇപ്പം തമിഴ്നാട്ടാണ്. തമിഴ്നാട്ടിൽ നമ്മൾ തുണി എടുക്കാൻ വന്നതാണ് കേട്ടോ. എൻ്റെ കസിൻ ഇളയവളില്ലേ, അവൾക്ക് തുണി എടുക്കാൻ വന്നതാണ്. അവിടുത്തെ ബസ്സാട്ടോ ഇത്. എനിക്കാണെങ്കിൽ ഈ തമിഴ്നാട്ടിലെ ബസ് ഇഷ്ടമേ അല്ല. ഒടുക്കത്തെ ഒരു പച്ച കളർ മഞ്ഞ കളറൊക്കെ ആണ് അതിന്. അങ്ങനെ ദേ അവൾക്ക് തുണി എടുക്കാനായിട്ട് കയറി കടകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് എല്ലാം വിട്ട ഫ്രോക്കാണ് മേടിക്കുന്നത്. ഈ പ്രാവശ്യം എനിക്ക് ജീൻസും ടോപ്പും മതിയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മളിത് ജീൻസും ടോപ്പൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ വണ്ടി അവിടെ ഏതോ ഒരു പാർക്കിങ്ങിൻ്റെ ഇവിടെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ പോകണം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ എല്ലാം എനിക്ക് തോന്നുന്നു അവിടുത്തെ സിറ്റിയാണെന്ന് തോന്നുന്നു. അറിയില്ല, എനിക്ക് തോന്നുന്നു സിറ്റിയാണെന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടി പാർക്ക് ചെയ്തത് പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി ഉള്ളിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ ആ തുണിക്കടയുടെ അവിടോട്ട് കുറച്ച് ഒരു ഇടവഴി പോലെ ഉണ്ടായിരുന്നു, ആ വഴി നടക്കണം. പക്ഷേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള വഴിയിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാൻ കയറിയ തുണിക്കട. ഇങ്ങനെ തുണിക്കട അല്ലാതെ അവിടെ നിന്നും വേറെ കുറച്ച് സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു വഴിയിൽ നിന്ന്. അവിടെ മറ്റേ ചെറിയ വീട്ടിലിടുന്ന ടോപ്പുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ താഴെ പിള്ളേരുടെ ഇതുണ്ട് അവിടെ നിന്നും പറഞ്ഞ് ഞങ്ങൾ അവിടം വരെ കയറി ചെന്നപ്പോൾ താഴെയാണെന്ന്. ഇവിടെ ഉണ്ടോ ജീൻസ് എന്ന് കുറേ വട്ടം ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു അവരില്ലെന്ന്. പിന്നെ താഴെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക മുകളിലാണെന്ന്. പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ വേറൊരു കടയിൽ വന്നു. ഇതാട്ടോ എനിക്ക് ഈ കട നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ ഫ്രോക്സിനൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നൊങ്ക് കണ്ടത്. നൊങ്ക് കഴിച്ച് നോക്കിയിട്ടില്ല ഗൈസ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നൊങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഇങ്ങനെ അതിൻ്റെ നീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു അതിൻ്റെത്. അത് കഴിഞ്ഞതേ ഞങ്ങൾ മില്ലി വന്ന് പിന്നെ ഒന്ന് ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇടുക്കി ജില്ലയ്ക്കകത്തിൽ കയറി കഴിഞ്ഞു. നമ്മുടെ സ്വതന്ത്ര നാട്ടിലെത്തി. അത് കാറ്റാടിപ്പാടാട്ടോ. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കറണ്ട് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കപ്പ ബിരിയാണി കഴിച്ചു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കൊക്കോക്കോളയുടെ. അത് ഞാനാണെങ്കിൽ ഇട്ട് കുലുക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ചീറ്റിപ്പോയി, അത് പൊന്തി വന്നില്ല ഗൈസ്. ഭയങ്കര ഗ്യാസായിരുന്നു, എൻ്റെ തൊണ്ട പൊട്ടിപ്പോയതുപോലെ. അങ്ങനെ അത്ര ഇതിലാട്ടോ നമ്മൾ ആ സംഭവത്തിൽ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത് കേട്ടോ. അതിങ്ങനെ ആടുമ്പോൾ അതിനകത്തു നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഞാൻ ആകെ കണ്ടിട്ടുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ 1 ഡേ ടൂർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 1 ഡേ ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇന്നത്തെ 1 ഡേ ടൂറ്. ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിവാനി വ്ളോഗ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.